വൈകുന്നേരമൊക്കെ ആയപ്പോഴത്തേക്കും ചിറ്റ വിളിച്ചിട്ട് പറഞ്ഞു അവരിങ്ങോട്ട് വരുന്നുണ്ടെന്ന്. ചിറ്റയെന്ന് പറയുന്നത് എൻ്റെ അപ്പാപ്പൻ്റെ ഭാര്യയാണ്, അച്ഛൻ്റെ അനിയൻ്റെ ഭാര്യ. അപ്പം ഞാൻ ഓർത്ത് വേഗം ചപ്പാത്തി മുട്ടക്കറി ഉണ്ടാക്കാവുന്നത്. ഞാൻ ചൂടുവെള്ളത്തിലാണ് ചപ്പാത്തിക്ക് കുഴക്കുന്നത്, അപ്പം നല്ലൊരു സോഫ്റ്റായിട്ട് നമുക്ക് ചപ്പാത്തി കിട്ടും. അങ്ങനെ ഞാൻ ചൂടുവെള്ളം ഒഴിച്ച് നനയ്ക്കുമ്പോൾ എൻ്റെ കൈ പൊള്ളുന്നൊക്കെ ഉണ്ട്. അങ്ങനെ പിന്നെ ഞാൻ വേഗം ചപ്പാത്തിയെല്ലാം കുഴച്ച് കുറച്ച് നേരം നമ്മൾ കുഴച്ച് വെക്കുമ്പോഴത്തേക്കിനും നല്ല സോഫ്റ്റായിട്ട് നമുക്ക് ചപ്പാത്തി കിട്ടും. അങ്ങനെ ഞാൻ പിന്നെ മുട്ടക്കറിക്കുള്ള സബോളയെല്ലാം വേഗം എടുത്തു. എനിക്ക് കൊച്ചുള്ളി പൊളിക്കുമ്പോൾ എനിക്ക് ഇത്രയും കണ്ണ് നീർത്തില്ല, പക്ഷേ സബോള പൊളിക്കുമ്പോൾ എനിക്ക് നല്ലതുപോലെ കണ്ണ് നീറും. അങ്ങനെ ഞാൻ അതെല്ലാം അരിഞ്ഞിട്ട് വേഗം തന്നെ മുട്ടക്കറി റെഡിയാക്കാമെന്ന് വിചാരിച്ചു. പക്ഷേങ്കിൽ നമുക്ക് കറിവേപ്പില അങ്ങ് തീർന്നു പോയിട്ടുണ്ടായിരുന്നു. പിന്നെ ഇഞ്ചി വെളുത്തുള്ളി ഞാൻ ചതച്ചിട്ട് ഇടുവേ, ഒരു പ്രത്യേക ടേസ്റ്റാണ് അതിന്. പിന്നെ മുട്ടക്കറി എല്ലാം റെഡിയാക്കി വെച്ചിട്ട് വേഗം തന്നെ ചപ്പാത്തി ഉണ്ടാക്കി വെക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ അതെല്ലാം റെഡിയാക്കി വെക്കാമെങ്കിൽ പിന്നെ അവർ വരുമ്പോൾ നമുക്ക് കുറച്ച് നേരത്തേക്കിന് വർത്താനമൊക്കെ പറഞ്ഞിരിക്കാമല്ലോ. അങ്ങനെ ചപ്പാത്തി മുട്ടക്കറി എല്ലാം റെഡിയായി. അവർ ഹരിപ്പാടും മണാർശാലയിലും ഒക്കെ കയറി തൊഴുതിട്ടാണ് വന്നത്. ഒരു 7:30 ആയപ്പോഴത്തേക്കിനുമാണ് അവരെത്തിയത്. അത് അമ്മലും ഇത് ചിറ്റയുമാണ്. അമ്മൽ മൂത്ത ആളാണ്. പിന്നെ നമ്മൾ കുറച്ച് നേരം വർത്താനമൊക്കെ പറഞ്ഞിരുന്നിട്ട് പിന്നെ ഇവർക്ക് ഫുഡ് കൊടുത്തു. ഇത് ഇളയാൾ വാവച്ചൻ, ഇത് അപ്പാപ്പനാണ്. അങ്ങനെ ഫുഡൊക്കെ കഴിച്ച് പിന്നെയും കുറച്ച് നേരമൊക്കെ ഇരുന്ന് വർത്താനമൊക്കെ പറഞ്ഞിരുന്നിട്ട് അവർ പോകാനായിട്ട് ഇറങ്ങി. ഇവർക്ക് അങ്ങ് മുട്ടാറാണ് ഇവരുടെ വീട്, അവിടെ വരെ പോകണം, രാത്രിയാവുന്നല്ലോ. ചക്കുളത്ത് അമ്പലത്തിൻ്റെ അവിടെ നിന്ന് കുറച്ചുകൂടെ പോകണം, കുട്ടനാട് ഏരിയയാണ്. അങ്ങനെ അവർ കാറെടുത്ത് പോകാൻ ഇറങ്ങിയപ്പോഴത്തേക്കിനും കാശി അവരുടെ കൂടെ പോകാനായിട്ട് റെഡിയായി. അങ്ങനെ ചിറ്റയുടെ കൈ ചെയ്തിട്ട് എന്നെ വിളിക്കുക, അമ്മേ ബാ അമ്മേ ബാ എന്ന് പറഞ്ഞിട്ട് എന്നെ വിളിക്കുവാണ്. അങ്ങനെ പിന്നെ ആൾ തിരിച്ചിങ്ങ് പോരുന്നു. പിന്നെ അവർ നമ്മളോട് ടാറ്റ ബൈ ബൈ ഒക്കെ പറഞ്ഞിട്ട് അവരങ്ങ് പോയി. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ വീഡിയോ. അടുത്ത വീഡിയോ ആയിട്ട് കാണാം. ബായ്.